നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റം സ്റ്റേബിൾ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എ സിസ്റ്റം ഈസ് സെറ്റ് ടു ബി both stable, that is bounded input bounded output stable if and only if every bounded input produces a bounded output. ഇതാണ് സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. BIBO ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് സ്റ്റെബിലിറ്റി കണ്ടീഷനാണ് ഫോർ ഇഫ് ഇറ്റ് പ്രൊഡ്യൂസ് എ ബൗണ്ടഡ് ഔട്ട്പുട്ട് ഫോർ എവരി ബൗണ്ടഡ് ഇൻപുട്ട്. ഓക്കെ, ഇനി എന്താണ് ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് എന്നുള്ളതൊക്കെയാണ് അടുത്തത് നോക്കുന്നത്. ബൗണ്ടഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഇൻപുട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു സ്ക്വയർ വേവ് അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ പൾസ്, അത് ഒരു ബൗണ്ടഡ് ഇൻപുട്ടിന് എക്സാമ്പിളാണ്. അത് നമ്മളൊരു സ്റ്റേബിൾ സിസ്റ്റത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ഔട്ട്പുട്ട് ആയിരിക്കണം, അതായത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കണം. അപ്പോൾ ഇതൊരു ഒരു സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഇപ്പോൾ ഈ സിസ്റ്റം ഒരു സ്റ്റേബിൾ സിസ്റ്റമാണ്. ആ സ്റ്റേബിൾ സിസ്റ്റത്തിൽ നമ്മളൊരു സ്ക്വയർ പൾസ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ പൾസ് നമ്മൾ കൊടുത്തു. ഓക്കെ, അത് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് വേവ് ഫോം എന്ന് പറയുന്നത് ഈ ഷേപ്പിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള ഒരു വേവ് ഫോം കിട്ടി. ദാറ്റ് മീൻസ് വി വിൽ ഗെറ്റ് എ bounded output. Therefore this type of system will be stable. ഇനി സെക്കൻഡ് എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് നമ്മളൊരു ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്തു, അതായത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുത്തു, ഒരു അൺസ്റ്റേബിൾ സിസ്റ്റത്തിലോട്ടാണ് കൊടുത്തത്. നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു എക്സ്പോണൻഷ്യലി ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ്. ദാറ്റ് മീൻസ് അത് അൺബൗണ്ടഡ് ഔട്ട്പുട്ടാണ്. ഓക്കെ, അപ്പോൾ ബൗണ്ടഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് ടൈപ്പ് വാല്യൂ കിട്ടണം ഔട്ട്പുട്ടിൽ. ഫൈനൈറ്റ് ടൈപ്പ് സിഗ്നലായിരിക്കണം. ഓക്കെ, ഫൈനൈറ്റ് ഡ്യൂറേഷനുള്ള അല്ലെങ്കിൽ ഫൈനൈറ്റ് വാല്യൂ ഉള്ള ഒരു സിഗ്നലായിരിക്കണം. അത് നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടും ആ ഒരു ഫൈനൈറ്റ് ടൈപ്പിലുള്ള ഔട്ട്പുട്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് സിസ്റ്റം വിൽ ബി സ്റ്റേബിൾ, അതർവൈസ് ദ സിസ്റ്റം വിൽ ബി അൺസ്റ്റേബിൾ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ എക്സ്പ്രഷൻ വൈസ് എങ്ങനെയാണ് കാണിക്കുന്നത് നോക്കാം. ഫോർ ബൗണ്ടഡ് ഇൻപുട്ട് മീൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ടി. മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. mx എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി, ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അതാണ് ബൗണ്ടഡ് ഇൻപുട്ട്. അപ്പോൾ ഫോർ ബൗണ്ടഡ് ഇൻപുട്ട് ദ ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഓഫ് ദ സ്റ്റേബിൾ സിസ്റ്റം, അതിനെ നമ്മൾ ഇൻപുട്ട് എക്സ് ഓഫ് ടി ആണെങ്കിൽ ഔട്ട്പുട്ട് വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു my വിച്ച് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, magnitude of y of t for a stable system, magnitude of x of t less than or equal to mx less than infinity should produce an output magnitude of y of t less than or equal to my less than infinity. Bounded input produce an bounded output. ഇനി ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും, അതായത് ഇൻ ടേംസ് ഓഫ് ഇമ്പൾസ് റെസ്പോൺസ്. അതെങ്ങനെയാണെന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസ് റെസ്പോൺസ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട്. ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡെൽ ഓഫ് ടി കൊടുത്തു കഴിഞ്ഞാൽ, ഡെൽ ഓഫ് ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇമ്പൾസ് സിഗ്നൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതല്ലെങ്കിൽ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ ഡെൽ ഓഫ് എൻ ഇമ്പൾസ് സിഗ്നൽ. ഇൻപുട്ട് ഡെൽ ഓഫ് ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെ പറയുന്ന പേരാണ് ഇമ്പൾസ് റെസ്പോൺസ്. ഒരു സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് ഡെൽ ഓഫ് ടി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ടിനെ പറയുന്ന പേരാണ് ഇമ്പൾസ് റെസ്പോൺസ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് സ്മോൾ ലെറ്റർ എച്ച് ഓഫ് ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി ഒരുപാട് ആവശ്യം വരുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്ക്രീറ്റിൻ്റെ കേസിലാണെങ്കിൽ ഇഫ് ദ ഇൻപുട്ട് എക്സ് ഓഫ് എൻ ഈക്വൽ ടു ഡെൽ ഓഫ് എൻ ദെൻ ദ ഔട്ട്പുട്ട് ഈസ് നോൺ ആസ് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ. ഓക്കെ, വൈ ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് എൻ. അപ്പോൾ നമുക്ക് ഈ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ടേമിലും നമുക്ക് സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ടേംസിലുള്ള സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷനാണ് കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി ഈസ് ഫോർ എ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം integral minus infinity to infinity magnitude of h of t dt should be less than infinity. Okay, that means absolutely integrable ആയിരിക്കണം. Impulse response should be absolutely integrable. For a discrete time system, sigma n equal to minus infinity to infinity magnitude of h of n should be less than infinity. That means impulse response should be absolutely summable. അപ്പോൾ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള വേറൊരു കണ്ടീഷനാണ് ഇൻ ടേംസ് ഓഫ് ഇമ്പൾസ് റെസ്പോൺസ്.
For a continuous time system, integral minus infinity to infinity magnitude of h of t dt should be less than infinity, and for a discrete time system, sigma n equal to minus infinity to infinity magnitude of h of n equal should be less than ഇൻഫിനിറ്റി. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെബിലിറ്റി ഓഫ് LTI സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ മൊഡ്യൂളിൽ തന്നെ വേറൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഇമ്പൾസ് റെസ്പോൺസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ 1-2 പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ചെക്ക് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം y of t equal to t into x of t. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് 2 രീതിയിൽ ചെക്ക് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ് തന്നിരിക്കണമെങ്കിൽ അത് വെച്ചിട്ട് ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്തിട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് ആണോ എന്നുള്ളത് രീതിയിലും ചെക്ക് ചെയ്യാം. അപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ചെയ്യാൻ വേറെ മെത്തേഡ് ഉണ്ട്. അപ്പോൾ y of t x of t തമ്മിലുള്ള റിലേഷനാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് യൂഷ്വലി ഈ മെത്തേഡ് വെച്ചിട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡ് വെച്ചിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഇതാണ്, y of t equal to t into x of t. ഈ സിസ്റ്റം, ഒരു സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സിസ്റ്റം സ്റ്റേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, നമ്മൾ വി ആർ ഗിവിങ് എ ബൗണ്ടഡ് ഇൻപുട്ട്. ബൗണ്ടഡ് ഇൻപുട്ട് എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു mx ലെസ് ദാൻ ഇൻഫിനിറ്റി. അതായത് വി ആർ അപ്ലൈയിങ് എ ബൗണ്ടഡ് ഇൻപുട്ട്. ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കണം? ബൗണ്ടഡ് ഔട്ട്പുട്ട് ആയിരിക്കണം. ദാറ്റ് മീൻസ് വി ഹാവ് ടു ചെക്ക് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് y of t. മാഗ്നിറ്റ്യൂഡ് ഓഫ് y of t എന്ന് പറയുന്നത് എന്താ? നമുക്ക് y of t തന്നിട്ടുണ്ട്, t into x of t തന്നിട്ടുണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് y of t മീൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് t into x of t. അത് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് t into മാഗ്നിറ്റ്യൂഡ് ഓഫ് x of t എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദാറ്റ് മീൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് t into മാഗ്നിറ്റ്യൂഡ് ഓഫ് x of t എന്താ? ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് x of t എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു mx. അപ്പം നമുക്ക് ഇവിടെ കൊടുക്കാം മാഗ്നിറ്റ്യൂഡ് ഓഫ് t മീൻസ് mx. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് t into mx. ദാറ്റ് ഈസ് ആസ് t ടെൻസ് ടു ഇൻഫിനിറ്റി. t ഇൻഫിനിറ്റി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് y of t എന്താ? mx എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ t എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവുമ്പോൾ mx into ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് ഇൻഫിനിറ്റി ആണ് കിട്ടുന്നത്. ദെയർഫോർ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇൻപുട്ട് ബൗണ്ടഡ് ഇൻപുട്ടാണ്. നമുക്ക് സ്റ്റേബിൾ ആണെങ്കിൽ കിട്ടേണ്ടത് ഔട്ട്പുട്ടും ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് മീൻസ് ഒരു ഫൈനൈറ്റ് വാല്യൂ ഉള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടേണ്ടത്. പക്ഷേ നമ്മൾ ഈ എക്സ്പ്രഷൻ വൈസ് നമ്മൾ നോക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് y of t ചെക്ക് ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് y of t എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് t into x of t ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് t into മാഗ്നിറ്റ്യൂഡ് ഓഫ് x of t. മാഗ്നിറ്റ്യൂഡ് ഓഫ് x of t നമുക്കറിയാം mx ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. therefore mx into മാഗ്നിറ്റ്യൂഡ് ഓഫ് t. ഇനി ഇത് എപ്പോഴെങ്കിലും ഇൻഫിനിറ്റി ആവുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. t equal to 0 കൊടുക്കുകയാണെങ്കിൽ 0 into mx, 0 ആണ് വരുന്നത്, ഫൈനൈറ്റ് ആണ്. t equal to 1 ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 into mx, 1 into mx ഫൈനൈറ്റ് ആണ്. പക്ഷേ t ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. ടിയുടെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ ഇൻഫിനിറ്റി ഇൻറ്റു mx ഇൻഫിനിറ്റി ഇൻറ്റു സംതിങ്, ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. ദെയർഫോർ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. ഇതൊരു ടൈപ്പ് പ്രോബ്ലം ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് y of t equal to e raised to x of t. എഗെയിൻ നമ്മൾ അസ്യൂം ചെയ്യുന്നു, ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് y of t equal to e raised to x of t. Here we are assuming that input x of t is a bounded input. That means magnitude of x of t is less than or equal to mx less than infinity. ഈ മാഗ്നിറ്റ്യൂഡ് തന്നു കഴിഞ്ഞാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതുക? മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ടി മീൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം അത് ഒന്നുമില്ലെങ്കിൽ പ്ലസ് എക്സ് ഓഫ് ടി ആവാം, അതല്ലെങ്കിൽ മൈനസ് എക്സ് ഓഫ് ടി ആവാം, അല്ലേ? മൈനസ് എക്സ് ഓഫ് ടി ആണ്. മോഡ് 3 മീൻസ് either it is equal to plus 3 either or minus 3. അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ടി മീൻസ് either it is പ്ലസ് എക്സ് ഓഫ് ടി ആവാം, അതല്ലെങ്കിൽ മൈനസ് എക്സ് ഓഫ് ടി ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു mx ലെസ് ദാൻ ഇൻഫിനിറ്റി മീൻസ് എന്താണ്? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് either ഈ പ്ലസ് എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു mx അല്ലേ വരുന്നത്. പ്ലസ് എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു താഴെ എഴുതി കാണിക്കാനാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഏതർ
പ്ലസ് എക്സ് ഓഫ് ടി ആവാം, അതല്ലെങ്കിൽ മൈനസ് എക്സ് ഓഫ് ടി ആവാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എക്സ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു എം എക്സ്. ദാറ്റ് മീൻസ് പ്ലസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു എം എക്സ് ആൻഡ് മൈനസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു എം എക്സ്. ഇങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ് ഓഫ് ടീനെ എങ്ങനെ എഴുതാം? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എക്സ് എം എക്സ്, അതായത് ഈ മൈനസ് സൈനിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി, ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് എക്സ് അല്ലേ. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി മാത്രം എടുത്തു, സൈനിനെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ സൈന് പ്ലസ് തന്നെയാണ്, അതുകൊണ്ട് പ്ലസ് എം വരും. ഇവിടെ സൈന് മൈനസ് ആണ്, അപ്പോൾ ഈ മൈനസിനെ റൈറ്റിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ മൈനസ് വരും, ഇവിടുത്തെ മൈനസ് പോവും, ഇവിടുത്തെ മൈനസ് പോവും. ഓക്കെ, അവിടുത്തെ മൈനസ് പോവും. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് പ്ലസ് എം എക്സ് ആവാം അല്ലെങ്കിൽ മൈനസ് എം എക്സ് ആവാം. അതാണ് ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. പ്ലസ് എം എക്സ്, എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് എം എക്സ് ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എം എക്സ്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് മാഗ്നിറ്റ്യൂഡ് വരുന്ന എല്ലാ കേസിലും നമുക്ക് അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് 3 എന്ന് പറയുമ്പോൾ +3 -3 വരാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ടി ഈക്വൽ ടു മോഡ് ടി ഈക്വൽ ടു 1 മീൻസ് എന്താ? അത് ഇതുപോലൊരു പ്രോബ്ലം എനർജി പവറിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മോഡ് ടി ഈക്വൽ ടു +1 മീൻസ് എന്താ? ടി ഈക്വൽ ടു മോഡ് ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ either പ്ലസ് ടി ഈക്വൽ ടു 1 ആവാം അല്ലെങ്കിൽ മൈനസ് ടി ഈക്വൽ ടു 1. ഓക്കെ, ഇതിനകത്തുനിന്ന് എക്സ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് എം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എക്സ് എന്ന് കിട്ടി. വേറെ എം എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ വൈ ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇ റേസ് ടു എക്സ് ഓഫ് ടി. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താ? വൈ ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ഓഫ് ടി ആണ്. ദാറ്റ് മീൻസ് വൈ ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു എം എക്സ്. വൈ ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഓഫ് ടി. ദാറ്റ് ഈസ് ഇ റേസ് ടു എന്ത് വരാം? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് either മൈനസ് എം എക്സ് വരാം അല്ലേ, അതല്ലെങ്കിൽ അടുത്തത് വരാൻ ചാൻസ് എന്താ? പ്ലസ് എം എക്സ് വരാം. പ്ലസ് എം എക്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു പ്ലസ് എം എക്സ്. അപ്പോൾ വൈ ഓഫ് ടി എന്ന് പറയുന്നത് either ഇ റേസ് ടു മൈനസ് എം എക്സ് അല്ലെങ്കിൽ either ഇ റേസ് ടു പ്ലസ് എം എക്സ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വൈ ഓഫ് ടി എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് വൈ ഓഫ് ടി മീൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൈ ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ റേസ് ടു മൈനസ് എം എക്സ് ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ റേസ് ടു പ്ലസ് എം എക്സ് അല്ലേ? ഇങ്ങനെയല്ല വരുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വൈ ഓഫ് ടി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ റേസ് ടു മൈനസ് എം എക്സ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഇ റേസ് ടു പ്ലസ് എം എക്സ്. ഇത് നമുക്കറിയാം. ഇത് സ്റ്റേബിൾ ആണോ? ഇത് ബൗണ്ടഡ് വാല്യൂ ആണോ? ലെസ് ദാൻ ഇൻഫിനിറ്റി ആണോ? ഇ റേസ് ടു എം എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് വരുന്നത് അല്ലേ? കോൺസ്റ്റൻറ്റ് വാല്യൂ ഇ റേസ് ടു ഏത് കോൺസ്റ്റൻറ്റ് വന്നു കഴിഞ്ഞാലും അതൊരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. ഈ എം എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഓൾവേസ് ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും, ഓൾവേസ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വൈ ഓഫ് ടി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. ദെയർഫോർ വി വിൽ ഗെറ്റ് എ ബൗണ്ടഡ് ഔട്ട്പുട്ട്. Therefore the system is stable. That is magnitude of y of t എന്ന് പറയുന്നത് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഇട്ട് എഴുതണേ. ഞാൻ ഈ എഴുതിയതെല്ലാം നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് y of t ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ റേസ് ടു മൈനസ് എം എക്സ് ഓർ magnitude of e raised to plus x mx. That means magnitude of y of t greater than e raised to minus mx less than or equal to e raised to plus mx. We will get a bounded output. Therefore the system is stable. ഇതുപോലെ തന്നെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇ റേസ് ടു ഇ ടു ദ പവർ ഇൻഫിനിറ്റി ആണ്, ഇ ടു ദ പവർ മൈനസ് ഇൻഫിനിറ്റി 0 ഒക്കെ വരും. പക്ഷേ നമ്മളിവിടെ ഫസ്റ്റ് അസ്യൂം ചെയ്യുന്നുണ്ട് എം എക്സ് ഈസ് എ ഫൈനൈറ്റ് വാല്യൂ. അതുകൊണ്ട് ഇ ടു ദ പവർ ഒരു ഫൈനൈറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എന്തായാലും ഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ. അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ മൊഡ്യൂളിൽ തന്നെ ലാസ്റ്റിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ സ്റ്റെബിലിറ്റി ഓഫ് എൽ ടി ഐ സിസ്റ്റത്തിൽ കുറച്ചും കൂടി കൂടുതൽ ടൈപ്പ് പ്രോബ്ലംസ്, നമ്മൾ ഇമ്പൾസിൻ്റെ ഒക്കെ ടേംസിലുള്ള പ്രോബ്ലംസ് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത ലാസ്റ്റ് ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻവേർട്ടിബിലിറ്റി ആൻഡ് ഇൻവേഴ്സ് സിസ്റ്റം.
ഇൻവേർട്ടബിൾ സിസ്റ്റം എന്ന് പറയുന്നതാണ് ലാസ്റ്റ്. ഇൻവേർട്ടബിൾ ആൻഡ് നോൺ ഇൻവേർട്ടബിൾ സിസ്റ്റം. ഓക്കെ, ഇൻവേർട്ടബിലിറ്റി ആൻഡ് ഇൻവേഴ്സ് സിസ്റ്റംസ്. അതിൻ്റെ ഹെഡിങ് നിങ്ങളിങ്ങനെ കൊടുക്കുക, ഇൻവേർട്ടബിൾ ആൻഡ് നോൺ ഇൻവേർട്ടബിൾ സിസ്റ്റം. ഇൻവേർട്ടബിൾ ആൻഡ് നോൺ ഇൻവേർട്ടബിൾ സിസ്റ്റം, അത് ഹെഡിങ് കൊടുത്താൽ മതി. എപ്പോഴാണ് ഒരു സിസ്റ്റം ഇൻവേർട്ടബിൾ എന്ന് പറയുന്നത്? എ സിസ്റ്റം ഈസ് സെറ്റ് ടു ബി ഇൻവേർട്ടബിൾ ഇഫ് ദ ഇൻപുട്ട് അപ്ലൈ ടു ദ സിസ്റ്റം ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ദ ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം. അതായത് നമുക്കൊരു സിസ്റ്റത്തിന് ഇൻപുട്ട് കൊടുക്കുന്നു, ഒരു സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ? ആ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് ഇൻപുട്ടിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് സിസ്റ്റം ഈസ് ഇൻവേർട്ടബിൾ സിസ്റ്റം. ഫോർ സച്ച് സിസ്റ്റം ഡിസ്റ്റിങ്ക്റ്റ് ഇൻപുട്ട്സ് ലീഡ്സ് ടു ഡിസ്റ്റിങ്ക്റ്റ് ഔട്ട്പുട്ട്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഇൻപുട്ടിന് പെർട്ടിക്കുലർ ഔട്ട്പുട്ട് ആയിരിക്കും. അതായത് ഔട്ട്പുട്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരാത്ത രീതിയിലുള്ള കേസായിരിക്കും. കാരണം ഔട്ട്പുട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഇൻപുട്ട് കണ്ടുപിടിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഇത് ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണെന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പോൾ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഇൻപുട്ട് പ്രൊഡ്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ഔട്ട്പുട്ട്, ദെൻ ദാറ്റ് സിസ്റ്റം ഷുഡ് ബി എന്തായിരിക്കും? ഇൻവേർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്, കൺസിഡർ എ സിസ്റ്റം 1 ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കുക. ഓക്കെ, ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിനെ നമ്മൾ ടി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചത് ടിക്ക് പകരം എച്ച് ആണ്. അപ്പോൾ നിങ്ങൾ എച്ച് എന്ന് പറഞ്ഞിട്ട് എഴുതുക കേട്ടോ. എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷനെ നമ്മൾ എച്ച് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. ഇറ്റ് പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് വൈ ഓഫ് ടി. ദെൻ ഇൻവേഴ്സ് സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എച്ച് ഇൻവേഴ്സ് ആണ്. എച്ച് ഇൻവേഴ്സ് ദെർഫോർ ഇറ്റ് പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് ആസ് എക്സ് ഓഫ് ടി. അതായത് നമ്മൾ ആദ്യത്തെ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് വൈ ഓഫ് ടീനെ ഇൻവേഴ്സ് സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻപുട്ട് റിക്കവർ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സിസ്റ്റത്തിന്, അതായത് ഈ കാണിച്ച എച്ച് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിനെ ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഇൻവേഴ്സ് സിസ്റ്റം ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് സിസ്റ്റം ഈസ് എൻ ഇൻവേർട്ടബിൾ സിസ്റ്റം എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. Consider a system shown in figure with the input x of t and output y of t. Now if we connect a system 2 in cascade with the system 1 such that the output of system 2 is equal to x of t, then system 2 is called inverse system of system 1. Okay, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പോൾ ഫ്രം figure the output of the system 1 is y of t equal to h of x of t and the output of system 2 is y dash t equal to h inverse into h of x of t. The output of the system is equal to the original input x of t if t inverse, ഇവിടെ നമ്മൾ t inverse എന്ന് പറഞ്ഞിട്ടല്ല, നമ്മൾ h inverse into h equal to 1. h inverse into h equal to 1. ചില ടെക്സ്റ്റ് ബുക്കിൽ സിസ്റ്റം ഫംഗ്ഷനെ ടി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സിലബസിൽ പറഞ്ഞ ടെക്സ്റ്റിൽ എച്ച് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ രണ്ടും ശരി തന്നെയാണ്. വേർ ഐ ഈസ് ഡിനോട്ട്സ് ദ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. ഇതിനകത്ത് ഒരു എക്സാമ്പിൾ കാണിക്കുന്നത്, സപ്പോസ് വൈ ഓഫ് ടി ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് ഓഫ് ടി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻവേഴ്സ് സിസ്റ്റത്തിനെ കാണിച്ചിരിക്കുന്നത് ഇതുപോലൊരു ഫിഗർ, വൈ ഓഫ് ടി ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് ഓഫ് ടി. അപ്പോൾ ഇൻപുട്ട് എക്സ് ഓഫ് ടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഓപ്പറേഷൻ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് വൈ ഓഫ് ടി ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് ഓഫ് ടി ആണ്. അപ്പോൾ അതിനെ നമ്മളൊരു ഇൻവേഴ്സ് സിസ്റ്റത്തിലൂടെ അപ്ലൈ ചെയ്യാണ്. ആ ഇൻവേഴ്സ് സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻ ഇതാണ് ഡബ്ല്യു ഓഫ് ടി ഈക്വൽ ടു 1/k ഇൻറ്റു വൈ ഓഫ് ടി. അപ്പോൾ ഡബ്ല്യു ടി ഈസ് ഈക്വൽ ടു 1/k ഇൻറ്റു വൈ ഓഫ് ടി. ദാറ്റ് ഈസ് 1/k ഇൻറ്റു വൈ ഓഫ് ടി എന്തായിരുന്നു? കെ ഇൻറ്റു എക്സ് ഓഫ് ടി അല്ലേ? രണ്ട് കെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? എക്സ് ഓഫ് ടി കിട്ടും. ദാറ്റ് മീൻസ് ഇത് ഈസ് ഡബ്ല്യു ഓഫ് ടി ഈസ് ദ ഇൻവേഴ്സ് സിസ്റ്റം ഓഫ് ഫസ്റ്റ് സിസ്റ്റം. ഓക്കെ, അതൊരു എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നതാണ്. ഇനി ഈ ഒരു സിസ്റ്റം ഇൻവേർട്ടബിൾ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ളത് നമ്മൾ സാധാരണ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. രണ്ട് മെത്തേഡ് പറയുന്നുണ്ട്. അതായത് ഇഫ് എ സിസ്റ്റം പ്രൊഡ്യൂസസ് 0 ഔട്ട്പുട്ട് ഫോർ എനി ഇൻപുട്ട് ദെൻ ദാറ്റ് സിസ്റ്റം ഈസ് നോൺ ഇൻവേർട്ടബിൾ. അതായത് ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകൾക്ക് 0 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0 ഔട്ട്പുട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് സിസ്റ്റം വിൽ ബി എന്താണ്? നോൺ ഇൻവേർട്ടബിൾ ആയിരിക്കും. If a system gives same output for different inputs then that system is non-invertible. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 0 ആയിട്ട്
വരുന്നുണ്ടോ നോക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നു, അതായത് ഒരേ ഇൻപുട്ടിന് തന്നെ സെയിം ഔട്ട്പുട്ട് ഫോർ ഡിഫറെൻറ്റ് ഇൻപുട്ട്സ്. ഈ രണ്ട് കാര്യങ്ങളും ചെക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ഇൻപുട്ടിന് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഔട്ട്പുട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദാറ്റ് സിസ്റ്റം ഈസ് ഇൻവേർട്ടിബിൾ. ഓക്കെ, അത് നമ്മൾ വേറൊരു രീതിയിൽ പറയുന്നുണ്ട്. ഇൻവേർട്ടിബിൾ സിസ്റ്റം എന്ന് പറയുന്നത് ദർ ഷുഡ് ബി 1-to-1 മാപ്പിംഗ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് അറ്റ് ഈച്ച് ആൻഡ് എവരി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ആൻഡ് ഫോർ എ നോൺ ഇൻവേർട്ടിബിൾ ദർ ഷുഡ് ബി many-to-1 മാപ്പിംഗ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, y of t equal to cos of x of t. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? എക്സ് ഓഫ് ടീം വൈ ഓഫ് ടീം രണ്ട് കോളംസ് ആയിട്ട് എഴുതുക. ദെൻ എക്സ് ഓഫ് ടിക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ സിൻസോയിഡൽ ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ കൊടുക്കണം അല്ലേ. കോസ് ഓഫ് തീറ്റയുടെ സ്ഥാനത്താണ് എക്സ് ഓഫ് ടി കിടക്കുന്നത്. അപ്പോൾ എന്ത് കൊടുക്കണം? തീറ്റയുടെ വാല്യൂ 0, π/2 അല്ലെങ്കിൽ 0, 90 ഡിഗ്രി 180 ഡിഗ്രി എന്നുള്ള രീതിയിൽ നമ്മൾ വാല്യൂസ് കൊടുത്ത് നോക്കാം. അപ്പോൾ ആദ്യം എക്സ് ഓഫ് ടി ഈക്വൽ ടു 0 കൊടുത്ത് നോക്കാം. 0 ആണെങ്കിൽ cos 0 ഈക്വൽ ടു 1 കിട്ടി. ദെൻ π/2 കൊടുത്ത് നോക്കുക. π/2 cos π/2 എന്ന് പറയുന്നത് എന്താ? cos 90. cos π/2 0. ദെൻ cos π കൊടുത്തു കഴിഞ്ഞാൽ cos π എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ഇത്രയും കേസുകളിലൊന്നും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല. പക്ഷേ ഇനി അടുത്തത് 3π/2 കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ 0 വന്നു. 2π കൊടുത്തു കഴിഞ്ഞാൽ 1 വന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കി നോക്ക്, 0 കൊടുത്തപ്പോൾ 1 വന്നു. അതുപോലെ π/2 കൊടുത്തപ്പോൾ 0 വന്നു. 3π/2 കൊടുത്തപ്പോഴും 0 വന്നു. അതുപോലെ π കൊടുത്തപ്പോൾ -1 വന്നു. 2π കൊടുത്തപ്പോൾ എഗെയിൻ 1 വന്നു അല്ലേ. 2π കൊടുത്തപ്പോഴും നമുക്ക് 1 വന്നു. ദാറ്റ് മീൻസ് ഇവിടെ ഡിഫറെൻറ്റ് ഇൻപുട്ട്സിന് സെയിം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അല്ലേ. many-to-1 മാപ്പിംഗ് ആണ് വരുന്നത്. many-to-1 മാപ്പിംഗ്, therefore the system is non-invertible. many-to-1 mapping, therefore the system is non-invertible. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, y of t equal to d/dt of x of t. ഇത് ഡിഫറൻഷിയേഷൻ ആണ് അല്ലേ. അപ്പോൾ എഗെയിൻ നേരത്തെ ചെയ്ത പോലെ തന്നെ x of t y of t കൊടുത്തു നോക്കുക. ഇവിടെ ഡിഫറൻഷിയേഷൻ അനുസരിച്ചിട്ടുള്ള x of tക്ക് 0, 1 എന്നൊന്നും കൊടുക്കാൻ പറ്റില്ല. നമുക്ക് x of tക്ക് വേറെ എന്തെങ്കിലും ഫങ്ഷൻസ് എന്തെങ്കിലും കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സപ്പോസ് d/dt of x അല്ല സോറി t കൊടുത്ത് നോക്കാം. d/dt of t ആണെങ്കിൽ എന്താ ആൻസർ എന്താ വരിക? 1 വരും. t² ആണെങ്കിൽ 2t വരും. t³ ആണെങ്കിൽ എഗെയിൻ 3t² വരും. ഡിഫറെൻറ്റ് വാല്യൂസാണ് വരുന്നത്. ഇനി ഒരു കോൺസ്റ്റൻറ്റ് കൊടുത്ത് നോക്കാം. നമ്മൾ എല്ലാ പോസിബിലിറ്റീസും ചെക്ക് ചെയ്യണം. x of t equal to 3 ആണെന്ന് വിചാരിക്കുക. 3 ആണെങ്കിൽ എന്താ ആൻസർ? d/dt of 3 എന്ന് പറയുന്നത് എന്താ? ഒരു കോൺസ്റ്റൻ്റ് ആകുമ്പോൾ 0. ഇനി 1 കൊടുത്ത് നോക്കാം. d/dt of 1 0. അപ്പോൾ ഈ കേസിലൊക്കെ ഫങ്ഷൻസിൻ്റെ കേസിലൊക്കെ നമുക്ക് എന്താ വരുന്നത്? ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് വരുന്നുണ്ട്. പക്ഷേ കോൺസ്റ്റൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കോൺസ്റ്റൻറ്റ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ആൻസർ 0 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഫ് എനി ഇൻപുട്ട് പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് 0. ആ രീതിയിൽ എടുത്ത് നോക്കിയാലും ഇവിടെ എന്താണ്? നോൺ ഇൻവേർട്ടിബിൾ ആണ്. ഇനി അതല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻപുട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഔട്ട്പുട്ട് കിട്ടുന്നു. നമുക്കെന്താണ്? അതായത് many-to-1 മാപ്പിംഗ് വരുന്നുണ്ട്. therefore the system is non-invertible. Okay, then third problem നോക്കി നോക്കാം. t equal to x²t. ഓക്കെ, ഇവിടെ x of t y of t, ഇവിടെ x of tക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്ത് നോക്കാം. 0 കൊടുത്ത് നോക്കാം. 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുന്നത്? 0. -1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1. 1 കൊടുത്തു കഴിഞ്ഞാലും 1. ഇനി അതുപോലെ തന്നെ 2 കൊടുത്തു കഴിഞ്ഞാൽ 4 കിട്ടും. -2 കൊടുത്തു കഴിഞ്ഞാലും 4 കിട്ടും. ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് ഇൻപുട്ടിന് സെയിം ഔട്ട്പുട്ട്, അതായത് many-to-1 മാപ്പിംഗ്. Therefore the system is non-invertible. Okay.